നമ്മൾ 4ാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫുൾ സിറ്റി കറങ്ങണം. നമ്മളിപ്പോൾ ചൈനീസ് ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. ചൈനീസ് ടെമ്പിൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ്. ഇവിടെ ഒരുപാട് ഭക്തர்கள் അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ഇതൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ കയ്യിലുള്ള കമ്പെല്ലാം പൊക്കി താഴ്ത്തണം. ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് പൊന്തി നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്പർ എടുത്തിട്ട് ഈ ചുറ്റും കണ്ട വലിപ്പിനകത്ത് ആ നമ്പർ ഇത് വലിപ്പുണ്ടോ അത് വലിച്ചിട്ട് അതിൻ്റെ അകത്ത് പേപ്പർ ഉണ്ടോ ആ പേപ്പറിനകത്ത് നമ്മൾ ഫ്യൂച്ചർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 2 കമ്പൊക്കെ പൊന്തി നിൽക്കുകയാണെങ്കിൽ വീണ്ടും അത് പൊക്കിയിട്ട് കിട്ടണം. എന്നിട്ട് 1 മാത്രം ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ഇത് ഇവിടുത്തെ ബാത്റൂമാണ്. എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വേറെ തരം സെറ്റപ്പാണ്. നമ്മൾ യൂറിൻ പാസിന് ചെയ്യുന്ന ഇടം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടില്ല, നമ്മൾ ഇതൊരു എന്താ പറയുക, ഒരു വാട്ടർഫോൾ പോലെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ്. 70ാമത്തെ രാജാവിൻ്റെ കൊട്ടാരം കാണാനാണ് പോകുന്നത്. നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല, പക്ഷേ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കുതിരയുടെ പുറത്തിരിക്കുന്ന ഗാർഡിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, അതൊക്കെ ഇവിടെയാണ്. നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് പ്രത്യേക വഴിയുണ്ട് അവിടേക്ക് പോകാനായിട്ട്. ആ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പ് കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രി. അപ്പം അത് കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് രാജാവിൻ്റെ കൊട്ടാരം. അവിടെ ആ രാജാവിൻ്റെ കൊടി പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ പറ്റുള്ളൂ. ഇതിനകത്തേക്ക് കയറാനുള്ള അനുമതിയില്ല. നിങ്ങളീ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പാം ട്രീസ് ആണ്. ഒരുപാട് പാം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കൺട്രിയും കൂടിയാണ് മലേഷ്യ. അപ്പം ഇവരിവിടെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഓരോ വർഷവും ഒരുപാട് മരങ്ങൾ ഈ ഇവിടുത്തെ ഗവൺമെൻറ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഒരു നാഷണൽ മോണുമെൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം 3 യുദ്ധങ്ങൾ നേരിട്ടിട്ടുള്ള രാജ്യമാണ് മലേഷ്യ. അതിൽ 2 വേൾഡ് വാറും പിന്നൊന്ന് ജപ്പാനായിട്ടുള്ള ഒരു യുദ്ധം. അപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും അതിൻ്റെയൊക്കെ ഓർമ്മകളും സൂക്ഷിക്കുന്ന മോണുമെൻ്റാണ് ഈ കാണുന്നത്.
ഗൈസ് ഇത് നമ്മുടെ മലേഷ്യയുടെ ചിഹ്നാണ്, നാഷണൽ ചിഹ്നാണ്. ഇതിനകത്ത് ഇത് രണ്ടും മലായി ടൈഗേഴ്സ് ആണ്. അതാണ് ഇവരുടെ നാഷണൽ ആനിമല്. അതുപോലെ തന്നെ ഇത് ഇവരുടെ നാഷണൽ ഫ്ലവർ ആണ് ചെമ്പരത്തി. ഹെർബക്കസ് എന്ന് പറയും, ചെമ്പരത്തിയാണത്. അതുപോലെ അതുപോലെ ഇവിടെ 14 സ്റ്റേറ്റ് ആണുള്ളത്. 14 സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അവിടുത്തെ സുൽത്താൻമാരെ റെപ്രസെന്റ് ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഇതുള്ളത്. 9 സ്റ്റേറ്റ് ഭരിക്കുന്നത് സുൽത്താൻമാരും, 5 സ്റ്റേറ്റ് ഭരിക്കുന്നത് 4, 5, 9. ഈ 9 എണ്ണം ഇവിടുത്തെ സുൽത്താൻമാരാണ് ഭരിക്കുന്നത്. അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ചിഹ്നമാണത്. പിന്നെ 5 സ്റ്റേറ്റ് ഭരിക്കുന്നത് ഗവർണേഴ്സ് ആണ്. 1, 2, 3, 4, 5 അല്ല, തെറ്റാണ്. 1, 2, 3, 4 ഈ 4 ഉള്ളൂ. കാരണം ഇത് കുറച്ച് മുന്നേ ഉള്ള ഇതാണ്. 5ാമത്തത് സിറ്റി വന്നത് പുതിയതാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ 1, 2, 3, 4 ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെയാണ് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്. പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ബർസക്കുത്തു ബത്തമ്പത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് യുണൈറ്റഡ് ആണ്, ഒറ്റ ആൾക്കാരാണെന്നുള്ളതിന്റെ ഒരു ചിഹ്നം. ഇത് സുൽത്താന്റെ ചിഹ്നമാണ്. അതായത് ഒരു മുസ്ലിം രാജ്യം അതിനോടുള്ള ചന്ദ്രക്കല്. അതുപോലെ തന്നെ ഇത് സുൽത്താന്റെ റോയൽറ്റി കാണിക്കുന്നതുമാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയുന്നില്ലെങ്കിലും ഇവിടെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. 2 ദിവസം മുന്നേ ഇവിടെ സ്ലൈറ്റ് ആയിട്ടൊരു മഴ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പ് കാണുന്നതാണ് നമ്മുടെ നാഷണൽ മോണുമെൻറ്റ്. ഇത് ഒരുപാട് പട്ടാളക്കാരും മരിച്ചു കിടക്കുന്നവരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്മാരകശിലയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം, ഒരുപാട് ആൾക്കാർ വെടികൊണ്ട് കിടക്കുന്നത് പോലെയുള്ള ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നല്ല ഇതൊരു ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നതാണ് ഇവരിവിടെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നല്ലൊരു പീസ്ഫുള്ളായിട്ട് സ്ഥലമാണ്. പക്ഷെ നല്ല ചൂടുമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ബ്രിട്ടീഷുകാർ കൂടിയല്ലേ? ആണോ? നടന്നിട്ടില്ലേ?